വ്യക്തിയെ തിരിച്ചറിയുക വി ആർ കൃഷ്ണയ്യർ. വ്യക്തിയെ തിരിച്ചറിയുക വി ആർ കൃഷ്ണയ്യർ. EMS മന്ത്രിസഭയിൽ ആഭ്യന്തരം, നിയമം, ജയിൽ, വൈദ്യുതി, സാമൂഹിക ക്ഷേമം, ജലസേചനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. EMS മന്ത്രിസഭയിൽ ആഭ്യന്തരം, നിയമം, ജയിൽ, വൈദ്യുതി, സാമൂഹിക ക്ഷേമം, ജലസേചനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 1968 ഹൈക്കോടതി ജഡ്ജിയായി. 1968 ഹൈക്കോടതി ജഡ്ജിയായി. 1970 ലോ കമ്മീഷൻ അംഗമായി. 1970 ലോ കമ്മീഷൻ അംഗമായി. 1973 മുതൽ 1980 വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. 1973 മുതൽ 1980 വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. ആത്മകഥയുടെ പേര് വാണ്ടറിംഗ് ഇൻ മെനി വേൾഡ്സ്. ആത്മകഥയുടെ പേര് വാണ്ടറിംഗ് ഇൻ മെനി വേൾഡ്സ്. പത്മവിഭൂഷൺ ജേതാവാണ്. പത്മവിഭൂഷൺ ജേതാവാണ്. ഇന്ത്യയിൽ പൊതു താൽപ്പര്യ ഹർജിയുടെ ഉപജ്ഞാതാക്കളായി അറിയപ്പെടുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും ജസ്റ്റിസ് PN ഭഗവതിയും ആണ്. ഇന്ത്യയിൽ പൊതു താൽപ്പര്യ ഹർജിയുടെ ഉപജ്ഞാതാക്കളായി അറിയപ്പെടുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും ജസ്റ്റിസ് PN ഭഗവതിയുമാണ്. ക്യാബിനറ്റിൻ്റെയും രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ വ്യാഖ്യാനിച്ച ഷംഷേർ സിംഗ് കേസ്. ക്യാബിനറ്റിൻ്റെയും രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ വ്യാഖ്യാനിച്ച ഷംഷേർ സിംഗ് കേസ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 വിശാലമായ വ്യാഖ്യാനവും പരിധിയും നൽകിയ മനേകാ ഗാന്ധി കേസ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 വിശാലമായ വ്യാഖ്യാനവും പരിധിയും നൽകിയ മനേകാ ഗാന്ധി കേസ്. രത്ലാം മുനിസിപ്പാലിറ്റി കേസ്. രത്ലാം മുനിസിപ്പാലിറ്റി കേസ്. മുത്തമ്മ കേസ് എന്നിവ കൃഷ്ണയ്യരുടെ സുപ്രധാന വിധികളാണ്. ഇവയെല്ലാം കൃഷ്ണയ്യരുടെ സുപ്രധാന വിധികളാണ്. 1987 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ R വെങ്കിട്ടരാമനെതിരെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചു. 1987 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ R വെങ്കിട്ടരാമനെതിരെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചു. ഭാര്യയുടെ വേർപാടിനെ തുടർന്ന് കൃഷ്ണയ്യർ എഴുതിയ പുസ്തകമാണ് സദ്ഗമയ. ഭാര്യയുടെ വേർപാടിനെ തുടർന്ന് കൃഷ്ണയ്യർ എഴുതിയ പുസ്തകമാണ് സദ്ഗമയ.